അയ്യോ വളക്കി വളക്കി വളക്കി. എന്തതിപ്പം? ഓ നമ്മൾ വിൽക്കുകയാണത്. നമ്മൾ വിൽക്കണതാണത്. ജസ് പറഞ്ഞായ ഇത് നമ്മൾ വിൽക്കണതെന്ന് കൊണ്ട് കേട്ടോ. വാന് 89 റുപ്പീസ് ഞാൻ സെല്ല് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് വേറൊരു കാറിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അവിടെ വന്നിട്ട് സെല്ല് ചെയ്യാൻ. സോ നമുക്കിതാ ഇടയിലുള്ള വീടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് ഡ്യൂഡ് തെഫ്റ്റ് വാർസ് പാർട്ട് 6 ആയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയ്ക്ക് എടുക്കാം. ഇവിടെ അടുത്തൊക്കെ ആയിട്ടന്നെ കാർസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് ഇനിയും പോയി നോക്കണം. ഇനി ഈ വീടിൻ്റെ എന്താണ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടാവുമല്ലോ. ഇതാ കിടക്കണ ഒരെണ്ണം. ഓ ഗ്രീൻ കളറിലാണ് കേട്ടോ. ഡാർക്ക് ഗ്രീൻ എന്നൊക്കെ പറയാണെങ്കിൽ അത്രയ്ക്ക് ഡാർക്കില്ല, എന്നാലും ഇത്തിരി ഡാർക്കൊക്കെ ഉണ്ട്. അതെന്തായാലും ആകട്ടെ, നമുക്കെന്തായാലും നമ്മുടെ മറ്റേ എന്താണ് കാർസ് സെല്ല് ചെയ്യണ സ്ഥലമല്ലേ, അവിടെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് അധികം കാശുണ്ടാക്കാം. ഇതുപോലെ തന്നെ ഒരു കാറുണ്ടല്ലോ അപ്പുറത്ത് പച്ചയായിട്ട്. ഇതിന് കുറേ പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം നല്ല ലുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി എത്രയാക്കി കൊടുക്കണം? ഓക്കെ അത് നല്ലൊരു ഇതായിരുന്നു. പക്ഷേ ഇല്ലേ, നമുക്ക് ഇവിടുത്തെ വണ്ടികൾ തന്നെ എടുത്ത് വിറ്റാലോ? എങ്ങനെ ഉണ്ടാവും? ഇവിടുത്തെ ഓട്ടോറിക്ഷ പോലെ എന്താ സാധനം, കോഴിക്കുട്ടി അങ്ങനെ എന്താ സാധനം. This bad boy can fit some 2 number 9s, a number 9 large, a number 6 with extra dip, $5 number 45s, one with cheese and a large ഈ കാർ വിറ്റ് നോക്കിയാലോ? ഫോണില്ലേ? ഓടിച്ച് ഫോണാക്കാം. അയ്യോ എത്ര ചെയ്തിട്ടൊന്നും നീങ്ങില്ലല്ലോ. ആകെ ഒരു വഴിയേ ഉള്ളൂ. അയ്യോ വണ്ടി പൊട്ടിത്തെറിച്ചല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതാരത്? അയ്യോ മെനു പോലീസ്. ID കാർഡ്. അപ്പ ID കാർഡ് എസ്കേപ്പ് ആവാറായി. ഇതെന്താ ഇവിടെ ഗുഹയൊക്കെ? വാനിഷ്ടായി. ഇനി ഗുഹയുടെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ല അല്ലേ. വണ്ടി കുടുങ്ങിപ്പോയെന്ന് തോന്നേ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറെ വല്ല വണ്ടികളും കണ്ടുപിടിക്കണം. എങ്ങോട്ടേനൊക്കെ പോകണ്ടേ എന്തായാലും. ഡാടാ ബ്ലാക്ക് ജീപ്പ് ഡാടാ. അവനാരാ? മാർക്കോയോ? എന്തായാലും ആയിക്കോട്ടെ. മാർക്കല്ല, അത് കോർക്കോ അല്ലല്ലോ. എടാ വണ്ടി തന്നോട്ടോ. നിന്റെ വണ്ടി ഒന്നുമില്ലല്ലോ. നീയല്ലല്ലോ ഉണ്ടാക്കിയത്. ട്രെയിനൊക്കെ ഉണ്ടല്ലോ. ട്രെയിനിൽ കയറാൻ പറ്റുമോ നമുക്ക്? ഗോ ടു നോർത്ത് പോൾ, കോസ്റ്റ് $100. ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റുമോ? അത് അവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് കൂടെ കയറി നോക്കാം. ഗ്ലിച്ചായി പിന്നെ. അത് പോട്ടെ. ഇത് കൂടെ പോവാം. എന്താ ഞാൻ വെടി വെച്ചുകൊണ്ടിരിക്കണേ? എന്തായാലും നമുക്കത് പോയി നോക്കാം. എന്താ കാപ്പച്ചീനോ അങ്ങനെ എന്താ സാധനമില്ലേ ഇത്? നല്ല പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയുണ്ട്. നോർത്ത് പോളിൽ എങ്ങനെയാണാവോ? മഞ്ഞൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെന്തായാലും ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ വന്നതാട്ടോ. തിരിച്ചു പോകാൻ പറ്റുകയാണാവോ? ഇതെവിടെ അങ്ങനെ പോലീസ് വരും ഇവിടെയൊക്കെ? ഇതെന്താ ഈ വെള്ള സാധനമൊക്കെ പോണേ? ഇവിടെയൊക്കെ നമ്മളെ പോലീസ് പിടിക്കുമോ? സ്റ്റാറൊക്കെ ഉണ്ട്. പോലീസ് വരികയാണാവോ അല്ലേ? നമുക്ക് ഇതുണ്ട് ഹൗസിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനൊക്കെ പറ്റുമോ? അറിയില്ല. നമുക്കത് പോയി നോക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. 2 ഡോറോ?
ഗ്ലിച്ചാണത് അല്ലായിരിക്കും. നല്ല തണുപ്പല്ലേ, തണുപ്പ് ഉള്ളിലേക്ക് വരാതിരിക്കാനാവും. ഇവന്മാരകത്താം. പുറത്ത് നല്ല കാറ്റുണ്ടേ, പോലീസ് പിടിക്കില്ലാന്ന് തോന്നുന്നേ. ചോരയൊക്കെ വീണു. വെടിവെക്ക് ചവ് ചവ്. വീണ്ടും ഉള്ളിൽ കൂടെ ഓടിപ്പോയോ? വീണ്ടും നിൽക്കട അവിടെ, നിൽക്ക് അവിടെ നിൽക്ക്. അത്രേ ഉള്ളൂ. എൻ്റെ അമ്മു, അവൻ പോണതുണ്ടോ ഫ്രണ്ട്സ്, കറങ്ങിയിട്ട്. മറ്റവനോടെ ഡാ പീക്കിലിടാ, പിന്നെ ഞാൻ പിടിക്കണ്ടടാ, നീ ഓടണ്ട അധികം. ഏതുവരെ ഓടും? ഇമാരൊക്കെ നല്ല ഇതാണല്ലോ, നല്ല ആനിമേഷനിലേക്ക് എത്തിക്കണത്. എന്ത് ചെയ്യാൻ? മാപ്പിൽ അപ്പുറത്തെന്തോ ബ്ലൂ കളർ സാധനം കാണുന്നുണ്ട്. പിന്നെന്താ ഇവിടെ വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നത്. പോലീസ് പിടിക്കാൻ വരുന്നല്ലോ. ഇവിടെ കാറ് വല്ലതും ഉണ്ടോ? കാറ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേലും പോവായിരുന്നു. എസ്കേപ്പിംഗ് ആവുന്നുണ്ട്. ഓക്കെ അടിപൊളി. എസ്കേപ്ഡ്, വാനിഷ്ഡായി. ഇനി നമുക്ക് ഇവിടെ മൊത്തം വെള്ളമാണല്ലോ. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക? വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക് തോന്നണേ. നമുക്കിനി മാപ്പ് എടുത്ത് നോക്കട്ടോ. മാപ്പിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഇതാണ് ഞാൻ വന്ന സ്ഥലം. ബട്ട് ഓവറോൾ എങ്ങനെ ഉണ്ടാവും? ഇവിടെ അടുത്ത വല്ല ഇതുണ്ടോ സ്ഥലം? ഇല്ല അല്ലേ? ഇത് മറ്റേ സ്ഥലമല്ലേ? ഞാൻ അപ്പം അങ്ങനെ ഇവിടേക്ക് എത്തി. ഞാൻ അല്ല ഇവിടുത്തെ ട്രെയിനിലല്ലേ ഞാൻ ഇങ്ങോട്ടൊന്ന്? ഇതെങ്ങനെ? ഈ സ്ഥലം ഉണ്ട് ഇല്ലേ? അടുത്ത പാട്ടിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മളൊരു ടൂറ് പോകുന്നതാവും. പിന്നെ നമുക്ക് മെയിൻലാൻഡിലേക്ക് തന്നെ പോവാം. വേണ്ട, വേറെ പാട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, നമുക്കൊരു കാർ ഇട്ടിട്ടുണ്ട്. മിനി ലൂപ്പർന്ന് മോള് എഴുതി കാണിക്കുന്നുണ്ട്. ഈ കാറിൻ്റെ പേര് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മറ്റേ കാറ് വെക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ പാട്ടോ. എടാ നിർത്തി, ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഇവിടെ. തവള വിഴുങ്ങുന്ന സൗണ്ട് ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. എത്തി. നമ്മൾ കുറച്ച് മുന്നേ പോലീസ് പിടിക്കാൻ വന്നപ്പോൾ നമ്മൾ ഈ വഴിയാണ് വന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് വിൽക്കാൻ പറ്റുന്നില്ല. രാത്രി വിൽക്കാൻ പറ്റില്ലേ? അത് ശരി. ബോറടിക്കുന്നു കൂട്ടുകാരെ, എന്നാ പാട്ടിടാ. മതിയടാ, കഴുതകാനം പോലും വിട്ടു നിൽക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗാരേജിൽ എൻ്റെ കാറൊക്കെ ഇട്ട്, അവിടെ കാറാണല്ലോ. നമ്മളെ ചങ്ങായി അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരേ വർത്തനെ. നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നേരെ പോയിട്ട് കിടന്നുറങ്ങാനുള്ള പണി നോക്കാം. ഏതാ ഗെയിമിംഗ് സെറ്റപ്പ്? അല്ല, അത് വെച്ചിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങാനാണ് വന്നത്. പക്ഷേ ഇവിടെ വല്ലതും ഉണ്ടോ നോക്കിയതാണ്. പിന്നെ റൂമും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ബൈ. ഇത് ബാത്റൂമല്ലേ? നല്ല ബാത്റൂം. എ സിയാ? എടാ ബാത്റൂമിൽ എന്തിനാടാ എ സി ഒക്കെ? എന്താ ഇവിടെ ബെഡ്റൂമില്ലാത്തൊക്കെയാ ബാത്റൂമിൽ? എന്ത് ചെയ്യാൻ? ബെഡ്റൂമാണെങ്കിൽ ഒരുമാതിരി സീരിയസ് ഗെയിമിങ് റൂമൊക്കെ. ഗെയിമിങ് റൂമിലൊരു എ സി പോലും ഇല്ല. ബാത്റൂമിലുണ്ടാവും എ സി വെച്ചിരിക്കുന്നത്. ഈ സാധനം എന്തിനാണോ അല്ലേ? വെറുതെ അവിടെ ഇട്ടിരിക്കണോ? ഇത് അല്ല, വല്ല ഉപയോഗമൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ. നമുക്കെന്തായാലും കിടന്നുറങ്ങാം. ടാപ്പ് ടു സ്ലീപ്പ്. പക്ഷെ കിടന്നുറങ്ങാൻ പറ്റണില്ല. എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് തോന്നുന്നത്. നമുക്ക് സ്വിച്ച് അവിടെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നമ്മളെ വാതിലൊക്കെ അടയ്ക്കണം. അതിൻ്റെ മുന്നേ നമ്മുടെ വാച്ച് TV കൊടുക്കട്ടോ. നമുക്ക് TV കുറച്ച് നേരം കാണാം. ഏതെന്തായാലും നിൽക്ക്
TV വാച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. പുതിയതായിട്ട് വല്ലതുണ്ടോ? ഇത് റിമോട്ട് ചാനൽ മാറ്റാൻ പറ്റുമോ? ഓ, ചാനൽ മാറ്റാൻ പറ്റുമായിരുന്നല്ലേ? ഇത് മുന്നേ മാറ്റിയിട്ടുണ്ടാണോ? എനിക്കറിയില്ല കേട്ടോ, മുന്നേ ഞാൻ മാറ്റിയിട്ടുണ്ടോ ഇതുപോലെയെന്ന്. എനിക്കെന്തോ ഒരു ഓർമ്മയുണ്ട്, പക്ഷേ എനിക്കറിയില്ല. ഇത് മറ്റേ വട്ട് ഇതാണ് നമ്മൾ പോയ സ്ഥലം. അല്ല, നമ്മൾ പോയ സ്ഥലം എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ? ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നത് മറ്റേ നമുക്ക് നമ്മുടെ ഈ വാതിൽ വന്നിട്ടില്ലേ, ബാക്കിക്ക് കേട്ടോ. ഇതെടുക്ക്. ഇതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ TV-യുടെ അവിടെ എന്തോ ഒരു എഴുതി കാണിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടാനാവും അത്. ഇടാൻ പറ്റണില്ലല്ലോ. ടാക്സിയാ? എന്ത് സംഭവം? അല്ല, ഇത് ഞാൻ ആ കാസറ്റ് ആക്കി ഇട്ടാ, അതാണോ ഇത്? അല്ല, ഇതെന്താ സംഭവിക്കണേ? ഇതൊക്കെ എന്താ ഓഫാക്കാൻ പറ്റില്ല? ഇത് മൊത്തം അടിച്ചു പോയെന്ന് എനിക്ക് തോന്നണത്. കാസറ്റ് മാറ്റി ഇട്ടോക്കണം കേട്ടോ. ഈ കാസറ്റ് എടുക്കാം, എന്നിട്ട് എനിക്ക് ഇടാൻ നോക്കാം. പക്ഷെ ഇടാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യും? അങ്ങനെ എണീച്ചു ഞാൻ. രാവിലെയൊക്കെ ആയി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇന്നൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുകയും ഇന്നലെ തൊട്ട് ഞാൻ നോക്കുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ പ്രശ്നം. ഞാൻ ദൂരേക്ക് പോയ ലൈറ്റ് തന്നെ ഓണാവും. എന്ത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തോ ഗ്ലിച്ചടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങിയില്ലേ, ഇനിയിപ്പോൾ മാറ്റാൻ പറ്റുന്നുണ്ടാവില്ലേ? പക്ഷെ എൻ്റെ സൗണ്ട് എന്തൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കാസറ്റ് ഇടാൻ പറ്റുമോ? ഇല്ലല്ലേ? കാസറ്റ് ഇൻസേർട്ട് ചെയ്യാന്നാണ് ഇതിൽ പറയണത്, പക്ഷെ ഒന്നും പറ്റണില്ല അതിൽ കാസറ്റ് കാണിക്കണത്. അപ്പോൾ പിന്നെ നമുക്ക് വണ്ടി കേടായോ അപ്പോഴേക്കും? ഇല്ല, കുഴപ്പമില്ല. ഡ്രിഫ്റ്റ് മറ്റേ പാട്ടിടാ, അല്ലെങ്കിൽ വേണ്ട. പാട്ടിടാ, നിങ്ങൾ പാടണ്ട, വേറെ പാട്ട് മതി. വാതിലില്ലേ? അപ്പുറത്ത് ചിലപ്പോൾ വാതിലുണ്ടാവും. ഇവിടെ വാതിലില്ലേ? ചാടിപ്പോവാൻ നോക്കാം. എന്താണ് ഇവിടെ ഒന്നും വാതിലില്ലേ? ചാടിക്കറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒന്നുമില്ലല്ലോ. ഇപ്പുറത്തെ വാതിലുണ്ടോ? പിന്നെന്ത് ഇവിടെ നിന്ന് തുറക്കാൻ ഇത്ര പാട്? ഇതൊക്കെ ആരാണോ കൊണ്ടാണ്. അയ്യോ, നീ ചിരിക്കൊന്നും വേണ്ട, ഉണ്ടാതിരിക്ക അധികം ഷോ നടക്കണം കേട്ടോ. അവന് വേണ്ടത് അവന് കിട്ടി. അയ്യോ, ഈ ട്രാഫിക്. അയ്യോ, ഇപ്പൊ വെള്ളത്തേക്ക് പോയേ. മുമ്പിക്കെടുക്ക്. ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ കാണുന്ന ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നില്ല ഫ്രണ്ട്സ്. ഇവന്മാർ കുറച്ച് വശപ്പശക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇവന്മാരാണോ ഇനി വേറെ മറ്റേ TV വല്ലതും? ഞാൻ അടുത്ത ഗെയിം പ്ലേ ഞാൻ പേര് മാറ്റട്ടോ. ഞാനാരാ? ചാർലി ചാപ്ലിനോ? കണ്ടോ എന്തൊക്കെ വരുന്നു പറയുന്നുണ്ട്. എൻ്റെ വണ്ടി എപ്പോഴേക്കും ഇവിടെ അരിച്ചരിച്ച് അവിടെ എത്തി. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവന്മാരൊക്കെ ഒന്ന് അടിക്കുന്നതാവും. നല്ല ചപ്പക്കുറ്റിക്ക് ഒന്ന് രണ്ടെണ്ണം കൊടുക്കാണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്താണ് പിന്നെ അയ്യോ, പോലീസ് വന്നു.
ബൈ സി യു ടാറ്റ ഗുഡ് ബൈ ടേക്ക് കെയർ. ആ എന്നോട് ഇങ്ങനെ അടിക്കണേ? അല്ലടാ നിനക്ക് ഞാൻ ലഡ്ഡു ഉണ്ടാക്കി തരാം. എന്നതാ ഇത് പിടിച്ചോ. അയ്യോ അല്ല പിന്നെ